നമ്മൾ നല്ല ഒരു അവസ്ഥയിൽ മരിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകണം. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാത്തീം. അന്ത്യങ്ങൾ അനുസരിച്ചാണ് കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുക. അവസാന കാലത്ത് നമ്മുടെ ഇബാദത്തുകൾക്കനുസരിച്ചാണ് നമ്മുടെ ഇബാദത്തുകൾ പരിഗണിക്കപ്പെടുക എന്നർത്ഥം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു റജബ് പറഞ്ഞു, സ്വലാഹുഹ വ ഫസാദുഹ, ഒരാളുടെ അമൽ നല്ലതാകട്ടെ ചീത്തയാകട്ടെ, വ ഖബൂലുഹ വ അദമുഹ, അത് സ്വീകരിക്കുന്നതാവട്ടെ സ്വീകരിക്കാതിരിക്കുന്നതാവട്ടെ, ബിഹസബിൽ ഖാത്തിമ, അതൊക്കെ അയാളുടെ അവസാന കർമ്മങ്ങൾക്കനുസരിച്ച്. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മുടെ നിലപാടെന്താണ്, അതാണ് പരലോകത്തേക്ക് നമുക്ക് വേണ്ടി പരിഗണിക്കപ്പെടുക എന്നർത്ഥം. ഇത് നമ്മൾ ശരിക്കും മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രാർത്ഥന കാണാം, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന, ഞങ്ങളുടെ ജീവിത പര്യവസാനം നീ നന്നാക്കണേ, ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ കാര്യത്തിലും ഞങ്ങൾ നല്ല പ്രവർത്തനം ചെയ്യുമ്പോൾ മരിക്കണേ. വഅജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ, ദുനിയാവിന്റെ അപമാനത്തിൽ നിന്നും പരലോകത്തിന്റെ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണേ. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന ഫിൽ ഉമൂരി കുല്ലിഹ വഅജിർനാ മിൻ ഖിസി ദുനിയ വഅദാബിൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി നിർവഹിച്ചിരുന്ന മറ്റൊരു പ്രാർത്ഥനയാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മരണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരിക്കണം. ഒരാൾ തന്റെ പര്യവസാനം അത് ഹുസ്നുൽ ഖാത്തിമ എന്ന് പറയും, നല്ല പര്യവസാനം. നല്ല പര്യവസാനമായിരിക്കുന്നതിന് പല അടയാളങ്ങളുണ്ട്. അതിലൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. പക്ഷേ ആത്മാർത്ഥമായി മരണം തൊണ്ടക്കുഴിയിൽ എത്തുന്നതിന് മുമ്പ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അല്ലാതെ ഫിറോൻ പറഞ്ഞ മാതിരി മരണം തൊണ്ടക്കുഴിയിൽ എത്തിയതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് കാര്യമില്ല. ഫിറോൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. എപ്പോഴാണ് പറഞ്ഞത്? മരണം തൊണ്ടക്കുഴിയിൽ എത്തിയതിന് ശേഷം. അത് അള്ളാഹു സ്വീകരിച്ചില്ല. അപ്പൊ നമ്മൾ ചില ആളുകൾ മരിക്കുമ്പോൾ അയാൾ എല്ലാ ഖബർ പൂജ ചെയ്തു, എല്ലാ ഹറാമും ചെയ്തു, ബിദ്അത്തും ചെയ്തു. മരിക്കും ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണല്ലോ മരിച്ചത്. അത് മരണം തൊണ്ടക്കുഴിയിൽ എത്തിയതിന് ശേഷമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹ് സ്വീകരിക്കൂല. മരിക്കുന്നതിന് മുമ്പ് തൗഹീദിൽ ജീവിച്ചിട്ട് തൗഹീദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിട്ട് മരിക്കാൻ നമുക്ക് സാധിക്കണം. മൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന, ശിർക്ക് ചെയ്യാതെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ, അല്ലാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു. അല്ലാഹുവെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി, അല്ലാഹുവെ മാത്രം ആരാധിക്കുന്നവരായി, അല്ലാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കുന്നവരായി, അല്ലാഹുവിന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുന്നവരായി, അല്ലാഹുവിന്റെ പേരിൽ മാത്രം ബലിയറക്കുന്നവരായി ജീവിതം അവസാനിക്കുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അല്ലാത്തവർ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.